സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. തിരുമേനി, ഇതെന്താ ഏർപ്പാട്? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ചെങ്ങായിന്റെ വീടിന്റെ മറ്റേ ഹൗസ് വാമിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ആദില നോറയെ കൃത്യമായിട്ട് ഈ ഫൈസൽ മലബാറിന്റെ മീഡിയ ടീം വിളിച്ചിട്ട് തന്നെയാണ് പോയത്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചൊക്കെ? നിന്നെ ആരും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഞാൻ ഈ വഴിക്ക് പോയപ്പോ ഒന്ന് കേറിയതാണ്. കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റുകൾ. പിള്ളേരെന്താ നീ പറയണത്? എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 കുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. ഒരു മരുമാലങ്കൾ തോർത്താൻ പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. ഇയാൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ ചങ്ങായിക്കുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പ് ഉണ്ടോ അവന്? അത് നല്ല അടികൊള്ളാത്തതിന്റെ. സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. ഇവൻ അറിയാതെ വന്നുവാണ് ഈ ചങ്ങായി പറയുന്നത്. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. തൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം തലക്കി പിടിച്ച കുറച്ച് ടീമുകൾ അവർക്ക് എന്താണ്, ആദില നോറയെ കാണുമ്പോൾ ലേശം പൊട്ടും. കണ്ണന്തിരികളെ കാണിക്കാതെ തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ആ പൊട്ടിയത് കമന്റ് ബോക്സിൽ വന്നു. അപ്പത്തേക്ക് താൻ ഈ ഉളുപ്പില്ലാത്ത പരിപാടിയായിട്ട് ഇറങ്ങി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു തെണ്ടിയാണ് മുതലാളി. അല്ല, അങ്ങനെ ഒരു ചീത്തപ്പേര് മുതലാളിക്കുണ്ട്. ഈ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ചില ടൈമിൽ എന്താവുന്നറിയോ, ബിസിനസ് മുന്നോട്ട് പോകണം. അപ്പൊ അതിന് മതത്തിനെ കൂട്ടുപിടിക്കേണ്ടി വരും. അതെന്റെ ഹോബിയാ സാറേ. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ സംതൃപ്തിപ്പെടുത്തേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് എടുത്ത് ഒരു കൊട്ടയിലാക്കിയിട്ട് എന്ത് ചെയ്യും, വീടിന്റെ ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കും. നിനക്ക് എന്താ നിലയുണ്ടടാ? നിന്റെ വാക്കിന് സത്യമുണ്ടോ? നീ മനുഷ്യനാണോടാ? മനുഷ്യനാവോടാ ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. ഇതോടെ സാറിന്റെ അടപ്പ് തെറിക്കുന്നു. കുട്ടികൾ വെറുതെ വന്നിരുന്നിട്ട് ഉപ്പാനും ഉമ്മാനും പറയുന്നതല്ല, അല്ലെങ്കിൽ വീട്ടുകാരെ പറയുന്നതല്ല. ഇവര് വീട്ടിൽ നിന്ന് അനുഭവിച്ച അത്രയും വലിയ പ്രശ്നങ്ങളാണ്. ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? ആ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടും അവർ മുന്നോട്ട് വന്ന് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ വന്ന് ദേ ആർ ദ റിയൽ സർവൈവേഴ്സ്. കയ്യെന്തോ ഇതൊരു